ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് തന്നെ കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള കിണ്ണത്തപ്പം വീട്ടിൽ നിന്നും ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ശർക്കര നല്ലോണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പരിപ്പ് കടലയാണ്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം പരിപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് വേവിച്ചെടുത്തതാണ്. നല്ലോണം വേവിച്ചെടുത്തിട്ട് ഒരു ഹാഫ് വേവാക്കി എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ടെടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ 1-ാം പാലല്ല 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടും ഒഴിച്ചെടുക്കരുത്, കുറേശ്ശായിട്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ഒഴിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ 2-ാം പാൽ എടുത്തപ്പോൾ തന്നെ 1/2 കപ്പ് 1-ാം പാൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയിലായിട്ട് തന്നെ 1-ാം പാൽ എടുത്തിട്ടുണ്ട്. അത് അവസാനം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാനുള്ളതാണ്. മാറ്റി വെക്കാം. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര മുഴുവനായിട്ടും അരിച്ചിട്ട് ഒഴിച്ചെടുക്കാം. ശർക്കര പാനി ഒഴിച്ചെടുക്കുമ്പോൾ നല്ല ചൂടോട് കൂടി ഒഴിച്ചെടുക്കരുത്. ചൂടൊന്ന് ആറിയിട്ട് വേണം ഒഴിച്ചെടുക്കാൻ. ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ചൂടൊന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ശർക്കര ഉരുക്കിയെടുത്തത്. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടുപ്പത്ത് വെക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം ഇളക്കി കൊടുക്കാം. ഈ കിണ്ണത്തപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സംഭവമല്ല. കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ടുള്ള ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയായിട്ടൊക്കെ വരും. പക്ഷേ കിണ്ണത്തപ്പം സെറ്റായി കിട്ടൂല. നല്ലപോലെ പെർഫെക്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത്. പൊടിയൊക്കെ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് അളവിലാണ് 1-ാം പാൽ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് 1-ാം പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആദ്യം തന്നെ 1-ാം പാൽ ചേർത്ത് ഒഴിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഈ സമയത്ത് ഒഴിച്ചെടുക്കുന്നതാണ്. ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൂടുതലായിട്ട് ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ശർക്കര നമ്മൾ ആണിവെല്ലം ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ടാണ് ഇതിനധികം ഡാർക്ക് കളർ കിട്ടാത്തത്. ആ ഡാർക്ക് കളറിലുള്ള ശർക്കര ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കിണ്ണത്തപ്പത്തിന് അതേ കളറിലാണ് നമുക്ക് കിട്ടുക. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ല പോലെ മിക്സാക്കി എടുക്കാം.
അപ്പോൾ ചട്ടിയിൽ നിന്നൊക്കെ നല്ലോണം വിട്ടുതരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു 45 മിനിറ്റെങ്കിലും ആവും സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ ചേർത്തെടുത്തിട്ടുള്ള നെയ്യും ഈ തേങ്ങാപ്പാലിലുള്ള എണ്ണയൊക്കെ നല്ലോണം പുറത്തേക്ക് ഇങ്ങോട്ട് വരും. ആ സമയം വരെ നമ്മൾ കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇതിലുള്ള എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ ഒരു ഗ്ലാസ്സോ വേറെ എന്തെങ്കിലും പാത്രം എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഗ്ലാസ്സിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടാവില്ല. ഗ്ലാസ്സിൽ ഒട്ടി പിടിക്കാതെ ഇതേപോലെ കിട്ടണമെങ്കിൽ നല്ലോണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. പാത്രത്തിലേക്ക് നെയ്യൊന്നും ഗ്രീസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നെയ്യ് ആയതുകൊണ്ട് തന്നെ പാത്രത്തിലേക്ക് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇതേപോലെ ഗ്ലാസ് എടുത്തിട്ടാണ് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് ഇത് കൊട്ടി കൊടുക്കാം. അപ്പോൾ നല്ലോണം ചൂടാറി കിട്ടിയിട്ടുണ്ട്. സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് അടർത്തി കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ കിണ്ണത്തപ്പം നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്